ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരട്ടെ. ഈ വചനവാക്യങ്ങളുടെ ഒരു ബുക്ക് ഉണ്ടല്ലോ, 2013 മുതലും 23 വരെയും ഞാൻ ഉപയോഗിച്ചിരുന്നത് ഈ ഒരു ബുക്ക് തന്നെയായിരുന്നു. 2013 തറവാട്ടിൽ വെച്ചിട്ട് എൻ്റെ അമ്മയുടെ ആങ്ങള ജോർജ് അച്ചാച്ചൻ എനിക്ക് തന്നൊരു വചനവാക്യങ്ങളുടെ ബുക്കായിരുന്നു ഇത്. അച്ചാച്ചൻ ചിലപ്പോൾ ഇത് മറന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് മറക്കാൻ പറ്റില്ല. എന്തോ ഒരു പ്രത്യേകതയാണ് ഈ ഒരു വചന ബുക്ക് എൻ്റെ കയ്യിലിരിക്കുമ്പോൾ. പിന്നെ 2023 കാനഡയിൽ വരുന്ന സമയത്താണ് ഈ പുതിയ വചനമാല്യത്തിൻ്റെ ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അതും പുത്തമ്പള്ളിയിൽ നിന്ന്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫോളോവർ എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. ആ മെസ്സേജിൽ ഒരു വചനത്തിൻ്റെ അർത്ഥമായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. വചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു വചനമാണ് കേട്ടോ. മത്തായിയുടെ സുവിശേഷം 6:6. നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കിടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പുള്ളിക്കാരി എന്നോട് ചോദിച്ചത്, ഈ ഒരു വചനം പറയുന്നത് ശരിക്കും നമ്മളുടെ മുറിയിൽ കിടന്ന് കതകടച്ച് ആരും കാണാതെ പ്രാർത്ഥിക്കുന്നതാണോ എന്നാണ്. ശരിക്കും ഒറ്റ നോട്ടത്തിൽ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തോന്നും. പക്ഷേ ഇതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഇതൊരു വലിയ ആത്മീയവും മാനസികവുമായ ഒരു സന്ദേശം കൂടിയാണ്. മനസ്സിൻ്റെ വാതിൽ അടയ്ക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ നേരം വാതിലടച്ചാലും മനസ്സ് മുഴുവൻ ബാഹ്യലോകത്തെ ചിന്തകളും വേവലാതികളും നമ്മളെ അലട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ആ പ്രാർത്ഥനയിൽ അർത്ഥമില്ലാതാകും. അതിനാൽ പുറത്തെ ബഹളങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നെല്ലാം മനസ്സിനെ വേർപെടുത്തി മനസ്സിൻ്റെ വാതിലാണ് അവിടെ അടയ്ക്കാനായി പറയുന്നത്. ഞാൻ വലിയ ഭക്തനാണ് അല്ലെങ്കിൽ ഭക്തയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാനും പ്രശംസ ലഭിക്കാനും അല്ല ഇവിടെ പറയുന്നത്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്നാൽ നമ്മളും ദൈവവും തമ്മിലുള്ള ആന്തരികമായ ഒരു സംഭാഷണമാണ്. അതിന് നമുക്ക് വേണ്ടത് ഏകാഗ്രതയും ആത്മാർത്ഥതയുമാണ്. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മുറിയുടെ വാതിൽ അടച്ചതുകൊണ്ട് കാര്യമായില്ല. നമ്മുടെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നും വരാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം. അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന വാതിലുകളാണ് അടച്ചിടേണ്ടത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.